ഇന്ത്യൻ മണ്ണിലേക്ക് പുതുപുത്തൻ ഭീമൻ യുദ്ധവിമാനം പറന്നിറങ്ങുകയാണ്. 5 ഭീമൻ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയുടെ സേനയിൽ ചേരാനായി ഒരുങ്ങിയിരിക്കുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന പരിപാടിയിൽ ഒരു വമ്പൻ കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത 5 പുതിയ ഭീമൻ യുദ്ധവിമാനങ്ങൾ ഡെലിവറിക്കായി തയ്യാറായിരിക്കുകയാണെന്നുള്ള വലിയ കാര്യമാണത്. ഏത് യുദ്ധവിമാനമാണിത്? പരിശോധിക്കാം. തേജസ് MK-1A, ഇന്ത്യയുടെ അഭിമാനമായ, ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചിരിക്കുന്ന തേജസ് യുദ്ധവിമാനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 5 തേജസ് MK-1A വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഡെലിവറിക്കായി പൂർണ്ണമായും തയ്യാറായിരിക്കുകയാണെന്നുള്ള വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ തേജസ് ജെറ്റുകളുടെ നിർണായക പരീക്ഷണങ്ങൾ അടക്കം വിജയകരമായി പൂർത്തീകരിച്ചു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് നമ്മുടെ തേജസ് MK-1A വിമാനങ്ങളുടെ ഫയറിംഗ് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ മിസൈൽ പരീക്ഷണങ്ങളുമാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിനൂതനമായ കോമ്പാക്ട് വിമാനങ്ങൾക്കായി ഇന്ത്യയുടെ എയർഫോഴ്സ് ആകാംക്ഷയോടെയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്നുള്ള വമ്പൻ കരാറിലൂടെയാണ് ഇത് സാധ്യമായത്. 62,370 കോടി രൂപയുടെ ഈ വമ്പൻ കരാറിൽ 97 തേജസ് MK-1 ജെറ്റുകളാണ് കൈമാറേണ്ടത്. ഈ ഒരു കരാർ കൂടാതെ 180 തേജസ് MK-1A യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റു ഓർഡറും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കൈവശം വെച്ചിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾ ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ശക്തി കൂട്ടേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം കൂട്ടുന്നത്. വരാനിരിക്കുന്ന നമ്മുടെ തേജസ് MK-1A യുദ്ധവിമാനത്തിൽ അത്യാധുനിക സംവിധാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെച്ചപ്പെടുത്തിയ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ AESA റഡാർ, അതുപോലെ തന്നെ മെച്ചപ്പെടുത്തിയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ തുടങ്ങിയ ഒട്ടനവധി അതിനൂതന സജ്ജീകരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനറൽ ഇലക്ട്രിക്കിന്റെ GEF 404IN-20 എഞ്ചിനുകളാണ് ഈ ഭീമൻ യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരുന്നത്. ഈ എഞ്ചിനുകൾ നമ്മുടെ നാട്ടിൽ വരാൻ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. ആ ഒരു കാലതാമസമാണ് ഈ പദ്ധതി വൈകാൻ കാരണമായത്. ഫുൾ റേറ്റ് ഉൽപാദനം സ്ഥിരത കൈവരിച്ചു കഴിഞ്ഞാൽ പ്രതിവർഷം 16 മുതൽ 20 വിമാനങ്ങൾ വരെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കാൻ തയ്യാറാണ് എന്നതാണ്. എന്തായാലും നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള തേജസിന്റെ ഈ ഒരു കടന്നുവരവ് വളരെ ഗുണം ചെയ്യുന്നതാണ്. കാരണം പഴക്കം ചെന്ന MiG-21 അതുപോലെ തന്നെ മിറാഷ് 2000 എന്ന യുദ്ധവിമാനങ്ങളൊക്കെ കാലപ്പഴക്കം ചെന്നത് കാരണം സേനയിൽ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറെടുക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധവിമാനങ്ങളുടെ ഒരു കുറവ് നമ്മുടെ ഈ തേജസ് MK-1A കടന്നുവരവ് സഹായിക്കുമെന്നതാണ്, കുറവ് നികത്താൻ സഹായിക്കുമെന്നതാണ്. ഇത്തരത്തിലുള്ള പദ്ധതികൾ രാജ്യത്ത് വരുന്നതിലൂടെ അന്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് വലിയ തരത്തിൽ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി സാധ്യതകളും വലിയ തരത്തിൽ തുറന്നു കിട്ടുമെന്നത് അഭിമാനത്തോടു കൂടി എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്.